നമസ്കാരം. സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ താക്കോൽ ഇനി രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ? എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വെട്ടിമാറ്റി രാജീവ് ചന്ദ്രശേഖറെ കേന്ദ്രം തീരുമാനിച്ചു? ഇത് യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണോ? രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തലസ്ഥാനത്ത് പ്രവർത്തനം തുടർന്നു. ഒരു PR ടീമിനെ വരെ അദ്ദേഹം ഹയർ ചെയ്തു എന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. ഈ സൂചനകളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ തലപ്പത്ത് വരുമെന്ന ഒന്നിലേക്കാണ് നയിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ജനകീയനായ വ്യക്തിത്വം BJPയെ നയിക്കണം. ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയക്കാരനെ പുത്തൻ വോട്ടർമാർ പോലും അംഗീകരിച്ചു എന്നതിന്റെ തെളിവാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് BJP രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുഗ്രഹമായത്. ഒരു സാധാരണ രീതിയിലുള്ള മാറ്റമല്ല BJPക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലൊരു വ്യക്തിയെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിക്കുന്നത്. നല്ലൊരു കേന്ദ്രമന്ത്രിയായും വ്യവസായിയായും വർഷങ്ങളായി റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിന്റെ തലവനായും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാൾക്ക് BJPയെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കേന്ദ്ര നേതൃത്വത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. 4 വരി സംസാരിച്ചാൽ 4 ആളെ ആകർഷിക്കും വിധം വികസന സങ്കല്പം പറയും രാജീവ് ചന്ദ്രശേഖർ. മറ്റെല്ലാവരെയും മാറ്റിവെച്ച് രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ കാഴ്ചപ്പാടിനുള്ള മൂല്യം കണക്കാക്കിയാണ്. ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും PowerPoint പ്രസന്റേഷനാണ് രാജീവിന്റെ ശൈലി. കക്ഷി രാഷ്ട്രീയത്തിനു മീതെ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടി ദേശീയ നേതൃത്വം. കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും BJP വളരുന്നുണ്ട്. എന്നാൽ ഈ വളർച്ച വളരെ പതുക്കെയാണെന്ന് മാത്രം. ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കണമെങ്കിൽ പതുക്കെ ഓടിയിട്ട് കാര്യമില്ല. എത്രയും വേഗത്തിൽ ഓടാമോ അത്രയും വേഗത്തിൽ തന്നെ ഓടണം. അങ്ങനെയാണെങ്കിൽ മത്സരം നയിക്കാൻ കഴിവുള്ള ഒരു കപ്പിത്താനും വേണം, അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരനും വേണം. അതാണ് രാജീവ് ചന്ദ്രശേഖർ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.